ഇന്ത്യ കണ്ട ഏറ്റവും പ്രതിഭാധനനായ മാധ്യമപ്രവർത്തകരിൽ ഒരാളാണ് രാജ്ദീപ് സർദേശായി. ഇന്ത്യൻ മുൻ ക്രിക്കറ്റർ ദിലീപ് സർദേശായിയുടെ മകൻ. ടൈംസ് ഓഫ് ഇന്ത്യയും NDTVയും CNN IBNും കഴിഞ്ഞ് ഇന്ത്യ ടുഡേ വരെ നീളുന്നു 4 പതിറ്റാണ്ടോളം നീണ്ട മാധ്യമ ജീവിതം. ഇന്ത്യൻ ടെലിവിഷൻ രംഗത്ത് വിപ്ലവകരമായ പല പരീക്ഷണങ്ങൾക്കും മുന്നിൽ നിന്ന പയനിയർ എന്ന് തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. ഹിന്ദുത്വ ദേശീയതയും ഗോദി മീഡിയയും ക്രോണി ക്യാപിറ്റലിസവും എല്ലാം അടക്കി വാഴുന്ന ചാനൽ മുറിക്കുള്ളിൽ തന്നെയാണ് രാജ്ദീപ് സർദേശായി ഇപ്പോഴും ജീവിക്കുന്നത്. എന്നാൽ ചാനൽ മുറിക്ക് പുറത്ത് അതേ തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തിനും വിദ്വേഷ പ്രചാര വേലയ്ക്കുമെതിരെ നിരന്തരം ശബ്ദമുയർത്തുന്നുണ്ട് അദ്ദേഹം. മുസ്ലിങ്ങളെ പേടിച്ച് സുന്നത്ത് ചെയ്തയാളാണ്, ചേലാകർമ്മം നടത്തിയ സർദേശായിയാണ് ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നത് എന്നാണ് ആരോപണം. എക്സിൽ 3.5 ലക്ഷത്തിലേറെ ഫോളോവർമാരുള്ള സംഘപരിവാർ ഹാൻഡിലുകളൊന്നായ മിസ്റ്റർ സിൻഹയാണ് പ്രചാരണത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. സർദേശായിയുടെ 2014 ദ എലക്ഷൻ ദാറ്റ് ചേഞ്ച്ഡ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഒരു ചെറിയ ഭാഗത്തിന്റെ സ്ക്രീൻഷോട്ട് നൽകിയാണ് സിൻഹയുടെ എക്സ് പോസ്റ്റ്. സംഘപ്രചാരണങ്ങളിൽ വിശദീകരണവുമായി രാജ്ദീപ് സർദേശായി തന്നെ നേരിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഇത്തരം വില കുറഞ്ഞ മൂന്നാംകിട IT സെൽ ആർമിക്കാരോട് താൻ സാധാരണ പ്രതികരിക്കാറില്ല. പക്ഷേ ഇത്തവണ പ്രതികരിക്കാതെ നിർവാഹമില്ല. സ്വന്തം മാതാപിതാക്കളെയാണ് ഒരു കാരണവുമില്ലാതെ ഇതിലേക്ക് വലിച്ചിഴച്ചതെന്നും അദ്ദേഹം പറയുന്നു. മറ്റുള്ള പൗരന്മാരോട് ഒരു തരത്തിലും വിവേചനം കാണിക്കാത്ത അഭിമാനിയായ ഇന്ത്യക്കാരനായാണ് മാതാപിതാക്കൾ എന്നെ വളർത്തിയത്. ഇന്ത്യക്ക് വേണ്ടി ക്രിക്കറ്റ് കളിച്ചയാളാണ് എൻ്റെ പിതാവ്. എല്ലാ സമുദായക്കാർക്കും പ്രാതിനിധ്യമുള്ള വെറും മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന കായിക രംഗമാണ് ക്രിക്കറ്റ്. ഈ 80ാം വയസ്സിലും മനസാക്ഷിയുള്ള പൗരന്മാരാകാൻ യുവതലമുറയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അക്കാദമിക വിദഗ്ധയാണ് എൻ്റെ അമ്മ. ഒരു കാര്യം ഇതുവരെയും ഞാൻ എൻ്റെ ആത്മകഥയിൽ എഴുതിയിട്ടില്ല. പക്ഷേ ഈ ഭാഗങ്ങൾ എൻ്റെ 2014 പുസ്തകത്തിൽ നിന്നുള്ളതാണ്. അത് നടന്ന സംഭവവുമാണ്. 2002 ഗുജറാത്ത് കലാപത്തിനിടയിൽ നടന്നതാണത്. ഒരു ബജ്രംഗ് ദൾ സംഘം വന്ന് ഞങ്ങളോട് പാൻ്റ് അഴിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു വന്ന്. വ്യാജ വാർത്തകൾ എഴുതി മുസ്ലിങ്ങൾക്കെതിരെ ഭയവും വെറുപ്പും പ്രചരിപ്പിക്കുന്നത് കാണുമ്പോൾ സമൂഹത്തിൽ വർഗീയ വിഷം എത്രമാത്രം കുത്തിവെക്കപ്പെട്ടിട്ടുണ്ട് എന്നതിൻ്റെ ബോധ്യപ്പെടുത്തലാണെന്നും സർദേശായി പറയുന്നു. ഇത്തരം ഹാൻഡിലുകൾക്കെതിരെ എക്സ് നടപടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. 2014 ദ എലക്ഷൻ ദാറ്റ് ചേഞ്ച്ഡ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഭാഗങ്ങളാണിപ്പോൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി തീർത്തും നേർവിരുദ്ധമായ പ്രചാരണത്തിനായി ഹിന്ദുത്വ ഹാൻഡിലുകൾ ഉപയോഗിക്കുന്നത്. ഇനി പുസ്തകത്തിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് നോക്കാം. 2002 ഫെബ്രുവരിയിൽ ഗോദ്ര ട്രെയിൻ തീവെപ്പിന് പിന്നാലെയാണ് രാജ്ദീപ് ക്യാമറാമാനെയും കൂട്ടി നേരെ ജന്മനാടായ അഹമ്മദാബാദിലേക്ക് തിരിക്കുന്നത്. NDTVക്ക് വേണ്ടി സംഭവം റിപ്പോർട്ട് ചെയ്യാൻ പുറപ്പെട്ടതായിരുന്നു അദ്ദേഹം. അഹമ്മദാബാദിലെത്തുമ്പോൾ സ്ഥിതിഗതികൾ ആകെ മാറിമറിഞ്ഞിരുന്നു. തെരുവിലാകെ ഭീകര അന്തരീക്ഷം. പോലീസ് കൈയും കെട്ടി നോക്കി നിൽക്കെ വീടുകൾ കൊള്ളയടിക്കപ്പെടുന്നു. ആളുകളെ ചുട്ടുകൊല്ലുന്നു. ഭീകരമായ 74 മണിക്കൂറുകൾ. രാജ്യത്ത് ആദ്യമായി ഒരു കലാപം മാധ്യമങ്ങളിൽ തത്സമയം ലൈവായി സംപ്രേഷണം ചെയ്യപ്പെടുന്നു. ദിവസങ്ങൾ കഴിഞ്ഞ് മാർച്ച് 2 മാധ്യമങ്ങളെ കണ്ട അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി സ്ഥിതിഗതികളെല്ലാം നിയന്ത്രണത്തിലാണെന്ന് പ്രഖ്യാപിക്കുന്നു. അന്നത്തെ NDTV റിപ്പോർട്ടിങ്ങിനെ വിമർശിച്ച് മോദി സർദേശായിയെ നേരിട്ട് വിളിച്ച് ശകാരിക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ മോദിയെ നേരിൽ കണ്ട് അഭിമുഖവും തരപ്പെടുത്തി അദ്ദേഹം. ഏതു പ്രവൃത്തിക്കും വിപരീതമായ പ്രതിപ്രവർത്തനം ഉണ്ടാകുമെന്ന ന്യൂട്ടന്റെ ചലന സിദ്ധാന്തം ഉദ്ധരിച്ച് മോദി നടത്തിയ പരാമർശം ഉൾപ്പെടെ അഭിമുഖത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ തൻ്റെ പരമാവധി കലാപം നിയന്ത്രിക്കാൻ ചെയ്തിട്ടുണ്ടെന്നും ഗുജറാത്ത് മുൻപും വർഗീയ സംഘർഷത്തിന് പേരുകേട്ട നാടാണെന്നുമായിരുന്നു അന്ന് മോദി വ്യക്തമാക്കിയത്. മോദി അഭിമുഖം കഴിഞ്ഞ് തിരിച്ചു പോകും വഴിയാണ് മരണം മുന്നിൽ കണ്ട ആ ഭീകര സംഭവം ഉണ്ടായത്. അതേക്കുറിച്ച് സർദേശായി പുസ്തകത്തിൽ നടത്തിയ വിവരണം ഇങ്ങനെയാണ്. അക്രമ പരമ്പരകൾ അവസാനിപ്പിക്കണമെന്ന താല്പര്യം മുഖ്യമന്ത്രിക്കുണ്ടെന്ന് നേരിട്ട് ബോധ്യപ്പെട്ടാണ് ഞങ്ങൾ അഭിമുഖം കഴിഞ്ഞ് പുറത്തിറങ്ങിയത്. എന്നാൽ ആ ബോധ്യം വീണ്ടും സംശയമായി മാറാൻ 1 മണിക്കൂർ പോലും വേണ്ടി വന്നില്ല. അഹമ്മദാബാദിലേക്കുള്ള പ്രധാന ഹൈവേയിൽ ഗാന്ധിനഗറിലുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്ന് ഏതാനും കിലോമീറ്റർ അകലെയുള്ള ബറേലിയിലെത്തിയപ്പോൾ റോഡിൽ വലിയ ബ്ലോക്ക്. VHP ബജ്രംഗ് ദൾ അനുയായികൾ ലാത്തിയും വാളും മഴയുമായി റോന്തു ചുറ്റുകയാണ് അവിടെ. സമയം ഏകദേശം അർദ്ധരാത്രി ആയിട്ടുണ്ട്. ആ ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഡ്രൈവർ വണ്ടി എടുക്കാൻ നോക്കുമ്പോഴാണ് ഒരു മഴു ഞങ്ങളുടെ കാറിൻ്റെ മുൻവശത്തെ ഗ്ലാസ് തകർക്കുന്നത്. കാർ തടഞ്ഞു നിർത്തി പുറത്തിറങ്ങാൻ നിർബന്ധിച്ചു സംഘം. നിങ്ങൾ ഹിന്ദുക്കളാണോ അതോ മുസ്ലിങ്ങളോ? മുഖത്ത് കാവി തൂവാല കെട്ടിയ ഉന്മാദ ചിത്തനായ ഒരു യുവാവ് അലറി വിളിച്ചു ചോദിച്ചു. മുസ്ലിമായ ഡ്രൈവർ സിറാജ് ഒഴികെ ഞങ്ങളെല്ലാവരും രേഖാപ്രകാരം ഹിന്ദുക്കളായിരുന്നു. ആക്രമണ ഭീഷണി മുഴക്കി വാൾ ചുഴറ്റിക്കൊണ്ട് ആ സംഘം ഞങ്ങളുടെ ട്രൗസർ അഴിപ്പിച്ചു. ചേലാകർമ്മം ചെയ്തവർ ആരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ആൺ ശുചിത്വത്തിൻ്റെ ഭാഗമായി യുക്തിവാദികളായ എൻ്റെ മാതാപിതാക്കൾ ചെറുപ്പത്തിൽ എൻ്റെ ചേലാകർമ്മവും നടത്തിയിരുന്നു. എന്നാൽ ഞങ്ങൾക്ക് മുന്നിലുള്ള ആൾക്കൂട്ടം യുക്തിവാദികളല്ലല്ലോ. സാധാരണ മനോനില പോലുമുള്ളവരായിരുന്നില്ല അവർ. മനോനില തെറ്റിയ കോപത്താലും ഉന്മാദത്താലും തിളച്ചുമറിയുന്ന യുവാക്കളായിരുന്നു അത്. മദ്യലഹരിയിൽ ഞങ്ങൾക്ക് നേരെ വാളും മഴവും വീശുകയായിരുന്നു അവർ.
ഒപ്പമുള്ളവരെ ആലോചിച്ച് എങ്ങനെയൊക്കെയോ ധൈര്യം സംഭരിച്ചു. തങ്ങൾ മാധ്യമപ്രവർത്തകരാണെന്നും അക്രമാസക്തരായ ജനക്കൂട്ടത്തോട് പറഞ്ഞു നോക്കി. മുഖ്യമന്ത്രി അഭിമുഖം ചെയ്തു വരുന്ന വഴിയാണെന്നും ഞങ്ങളെ തൊട്ടാൽ ഇപ്പോൾ തന്നെ അദ്ദേഹത്തെ വിളിച്ച് പരാതി പറയുമെന്നും ശബ്ദമുയർത്തി പറഞ്ഞു. പക്ഷേ അതൊന്നും കേൾക്കാൻ അവർ കൂട്ടാക്കിയിരുന്നില്ല. ID കാർഡുകൾ കാണിക്കാൻ ആവശ്യപ്പെട്ടു. അവർക്ക് മുന്നിൽ പ്രസ് കാർഡ് എടുത്തു കാണിച്ചു. മുഖ്യമന്ത്രിയുമായി നടത്തിയ അഭിമുഖത്തിന്റെ ഭാഗങ്ങൾ പ്ലേ ചെയ്തും കാണിച്ചു. ഇതോടെയാണ് സംഘം ഒന്ന് അയഞ്ഞത്. ഞങ്ങളെ പോകാൻ അനുവദിക്കുകയും ചെയ്തു. ഈ സമയത്തെല്ലാം ഭയചകിതനായി കണ്ണീരണിഞ്ഞ് വിറച്ചു നിൽക്കുന്ന ഡ്രൈവർ സിറാജിന്റെ അനുഭവം പറയുന്നുണ്ട് പുസ്തകത്തിൽ രാജ്ദീപ് സർദേശായി. മുഖ്യമന്ത്രി മോദിയുടെ വസതിയിൽ നിന്ന് ഏതാനും കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് രാത്രി 2 മണിക്ക് തീവ്ര ഹിന്ദുത്വ സംഘങ്ങൾ ഇങ്ങനെ അഴിഞ്ഞാടുന്നത്. ഇങ്ങനെ ഒരു ഭീകരമായ സാഹചര്യത്തിൽ എങ്ങനെയാണ് സ്ഥിതിഗതികളെല്ലാം നിയന്ത്രണ വിധേയമായതെന്ന് മോദി അവകാശപ്പെടുന്നതെന്നും ചോദിക്കുന്നുണ്ട് സർദേശായി.